വേലഗ്രാസിന് കോമൺ ആയിട്ട് കാണുന്നൊരു ഇഷ്യൂ ആണ്. എന്നാൽ ഇങ്ങനെ ഉണങ്ങി ഇല പോലെ ആക്കുക, അല്ലെങ്കിൽ പച്ച കളർ മാറിയിട്ടൊരു റോസ് കളറുള്ള ഇല വരിക. വെക്കുന്ന സമയത്ത് വെയിലത്ത് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. മഴക്കാലത്ത് പക്ഷേ ഈ ഇഷ്യൂ ഇല്ല തന്നെ. ഈ ഉണങ്ങിപ്പോകുന്ന ഏറ്റവും കൂടുതൽ കാരണം ഈ ഇതിൻ്റെ മണ്ടയിലോട്ട് ലെയറായി വരുന്ന തണ്ടെല്ലാം വേനൽക്കാലം ആകുമ്പോൾ അതിന് മണ്ണിൽ പിടുത്തം ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ അത് ഉണങ്ങിപ്പോയി. ആ സമയത്ത് അത് നേരത്തെ വെട്ടിക്കൊടുക്കുകയാണെങ്കിൽ അതൊരു ഇഷ്യൂ ഉണ്ടാവില്ല. ഇത് ഞങ്ങൾ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കളം വെട്ടി തീർക്കുക മുടിയാനായിട്ട് മെഷീൻ്റെ ബൾബെന്ന് പറയാം. മറ്റേ എണ്ണ ഇങ്ങനെ പമ്പ് ചെയ്യുന്നൊരു സാധനമില്ല, അത് പൊട്ടി പൊടിഞ്ഞു പോയി. ഈ ടെൻറ്റിൻ്റെ ആയിരിക്കും. അധികമൊന്നും ആയിട്ടൊന്നുമില്ലായിരുന്നു. തൊട്ടടുത്ത് കടയുള്ള കാരണം കുറേ മേടിക്കാൻ തോന്നി. അത് ഇട്ട് കഴിഞ്ഞപ്പോൾ അതിലും വലിയ കൊല്ലാക്കും. പിന്നെ വെച്ച് സ്റ്റാർട്ടാകുന്നില്ല. എന്ത് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കിടന്നത്ര അരമണിക്കൂറോ 2 മണിയുണ്ടാവും. അവസാനം പ്ലഗെല്ലാം ഒരു കുറച്ച് പെട്രോളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് സ്റ്റാർട്ടായി. ഉച്ചയ്ക്ക് കയറേണ്ട പണി 3 മണി വരെ ഞാൻ എടുക്കേണ്ട വന്നത്. മണിക്കൂറിനായിരുന്നു, നമുക്ക് മണിക്കൂർ നഷ്ടമാണ്. പണിയുടെ വളമൊന്നും ഇടുന്ന ആവശ്യമില്ലായിരുന്നു. കാരണം ഇവരങ്ങനെ നനയ്ക്കുന്നൊന്നുമില്ല. അത് ആദ്യം വെട്ടിയ ക്ലിപ്പിനകത്ത് മൊത്തം പൊടിയാന്ന് നോക്കും. വേലഗ്രാസ് മാത്രമല്ല, ഇവിടെ മറ്റേ പുല്ലും വെച്ചിട്ടുണ്ട് കുറയാൻ. അത് നനവില്ലാത്ത കാരണം മൊത്തം ഉണങ്ങി വരും. അതിൽ കളറും ഇല്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്നു. അത് സത്യം പറഞ്ഞാൽ മറ്റേ റോസ് കളർ വരുന്ന തണ്ട് പൊട്ടിച്ച് കളയല്ലേ. വിഷ സ്വന്തമായിട്ടുള്ളവർക്കാണ് സുഖം. മാസത്തിൽ ഇങ്ങനെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേനൽക്കാലത്ത് മാത്രമേ ഈ ഇഷ്യൂ ഉള്ളൂ. പക്ഷേ ഇത് ഉണങ്ങി പോവില്ല. മഴക്കാലം ആകുമ്പോൾ പഴയ പോലെ തന്നെ തിരിച്ചു വരും. സോ അധിക ലെയറായിട്ട് വളർന്ന് ഓവർ കട്ടിയായി കഴിഞ്ഞാൽ കല്ലി ചെയ്യും പോകും. എത്തുവരെ വന്നാലും പിന്നെ വെട്ടാൻ നല്ല സുഖമായി. മറ്റേ ഗ്രാസ് വെച്ച് നോക്കുമ്പോൾ വെട്ടാൻ എളുപ്പമാണ്. മണ്ടയിലും മാത്രമേ വെട്ടുള്ളൂ. ചോറ് കിടത്ത് ഏതായാലും വെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞു പോകും. അത്ര വെയിലിന് അത്ര പിടുത്തമൊന്നുമില്ലല്ലോ. വെട്ടിയെടുക്കാൻ നല്ല സുഖമാണ്. അയാൾ വെട്ടിത്തീരും. അല്ലെങ്കിൽ സുഖമായിട്ട് വെട്ടാം. എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള പണിയല്ല. അപ്പോൾ പൊരിയാൻ വെയിലായിരിക്കും എന്തായാലും. ഈ സാധനം വെട്ടിയാലും പ്രശ്നമാണ്. വെട്ടിക്കഴിഞ്ഞാലും ഇങ്ങനെ വരുന്നത് മണ്ടയിലോട്ട് ലെയറായിട്ട് വരുന്നത് ഈ സാധനം കരിയുന്നു. ഇപ്പോൾ ഫുള്ള് വെട്ടിയതാണ്. നോക്കണ്ട, ഇത് പൊടിയാണ്. മാത്രമല്ല വേറെ ഇതാണ് ഇട്ടേതൊക്കെ കുറേയും കറുപ്പറ്റും. തൽക്കാലം വളമൊന്നും ചെയ്യുന്നില്ല. നനയ്ക്കലില്ല ഇവിടെ അധികം. നനയ്ക്കാതെ വളമിട്ടിട്ട് കാര്യമില്ല. ഇത് ഇട്ടടി ഉണങ്ങിയ പോലെ ഇരിക്കുന്നു. പോവാടാ വീട്ടിൽ ഇതിൻ്റെ അകത്തൊരു പച്ച പോയിട്ടൊരു കിച്ച പോലും കാണുന്നില്ലടാ. കഴിഞ്ഞാൽ ഒരു ഷേപ്പ് ഉണ്ടാവും, പക്ഷെ കളറില്ല. നേരിട്ട് കാണാൻ ഇച്ചിരി കൂടെ പച്ച കളറുണ്ട്.